കഥ അച്ഛൻ നട്ടമാവ്. എഴുതി അവതരിപ്പിക്കുന്നത് രജനി PM. എന്നോ ഒരു നാൾ എവിടെയോ പോയി വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു മാത്തൈ കണ്ടു. 50 രൂപ കൊടുത്താണത് വാങ്ങിയതെന്ന് പറയുന്നത് കേട്ടു. 50 രൂപ, ഒരു ദിവസത്തെ വീട്ടുചെലവിനുള്ള കാശ്. ആദ്യം ഒന്ന് സംശയിച്ചു, വാങ്ങണോ എന്ന്. പോട്ടെ, രണ്ടും കൽപ്പിച്ച് കയ്യിൽ ആകെയുണ്ടായിരുന്ന ആ 50 രൂപ നോട്ടിൽ ഒരു മാത്തൈ. നല്ല സ്വാദുള്ള മാങ്ങയാണ് അതിൻ്റേതെന്ന് ആരോ പറയുന്നത് കേട്ടു. വീട്ടിലെത്തി ആ കൊച്ചു വീടിൻ്റെ ഓരത്തായി ശ്രദ്ധാപൂർവം ആ മാത്തൈ നട്ടു. എന്നും ശ്രദ്ധയോടെ പരിപാലിച്ചു. കാലം കടന്നു പോകവേ തൈമാവ് വളർന്നു. 2 ആൾ പൊക്കത്തിൽ പടർന്നു പന്തലിച്ചു. ഇതു കണ്ടാനന്ദിച്ച അച്ഛൻ എവിടെ നിന്നോ നല്ലൊരു കുരുമുളക് വള്ളി തേടിയെടുത്ത് അതിൻ്റെ ചുവട്ടിൽ നട്ടു. മാവിൽ പടർന്നു കയറി ധാരാളം കുരുമുളക് നൽകാൻ ആ വള്ളിച്ചെടി മറന്നില്ല. ഒരു വൃശ്ചിക മാസ പുലരിയിൽ ആ മാവ് നിറയെ പൂത്തു. താമസിയാതെ അതിൽ ഉണ്ണികൾ നിറഞ്ഞു. മൂത്തുപഴുത്ത മാമ്പഴത്തിന് നല്ല സ്വാദ്. ആ വഴിയെ പോകുന്ന ആർക്കും ഓരോരോ മാമ്പഴമെങ്കിലും നൽകാൻ അച്ഛൻ മടിച്ചില്ല. കാലം കടന്നുപോയി. വർഷാവർഷം പൂത്തും കായ്ച്ചും മാവ് എല്ലാവരെയും വിരുന്നൂട്ടി. അതിനിടയിൽ അച്ഛൻ്റെ മക്കളും വളർന്നു. വിവാഹപ്രായമെത്തി. കല്യാണം കഴിച്ചു. താമസം മാറി. ഇനിയൊരാൾക്ക് വീട് വയ്ക്കണം. തീരുമാനിച്ച സ്ഥലത്തേക്ക് റോഡില്ല. ഏറെ ആലോചിച്ചു. റോഡുണ്ടാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ മാവ് മുറിക്കണം. മാവ് മുറിച്ചാൽ നല്ല റോഡ് കിട്ടും. അച്ഛൻ അതിന് തയ്യാറായില്ല. ഒടുവിൽ മക്കൾക്ക് വേണ്ടി മക്കളോളം താൻ അരുമയായി പരിപാലിച്ച ആ മാവിനെ മുറിക്കാൻ തീരുമാനിക്കേണ്ടി വന്നു ആ പാവം മനുഷ്യന്. മകൻ്റെ വാശിക്ക് മുന്നിൽ മാവിനെ രക്ഷിച്ച് മക്കളെ പിണക്കാനാവുമോ? ഒടുവിൽ സമ്മതം മൂളി. തൻ്റെ ജീവനായ മാവും വള്ളിയും. എനിക്ക് വിശപ്പാറ്റിയവ, അന്നമായവ. ആ പിതാവിൻ്റെ ഹൃദയം നൊന്തു. മകൻ വാശി പിടിച്ചു. പിതാവ് ചെയ്തു. മാവ് വാശി പിടിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ നിലനിൽപ്പ് നഷ്ടമായി. നമ്മളൊക്കെ ചെയ്യുന്നതെന്തും നിശബ്ദം അവർ സഹിക്കുന്നു, പ്രതികരിക്കാനാവാതെ അംഗീകരിക്കുന്നു. അങ്ങനെ കോടാലി തലപ്പ് അതിനെ നിഷ്പ്രഭമാക്കി. തപ്തഹൃദയവുമായി ആ അച്ഛൻ അന്നും ചന്തയിൽ പോയി. തിരികെ വരുമ്പോൾ അതാ കയ്യിലൊരു മാത്തൈ. ഒരിക്കലും റോഡ് വന്ന് നഷ്ടപ്പെടാത്തിടത്ത് അതിനെ നട്ടുപരിപാലിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ ആ മാവിലെ മാങ്ങ നുണയുന്നത് കണ്ട് ആ പിതാവ് ആനന്ദിക്കുന്നു.